ഇന്ത്യയിൽ 2014 മുതലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട്. ഇന്ത്യയെ പുതിയതായി സൃഷ്ടിച്ചെടുക്കുന്ന, ഇന്ത്യയെ ഇങ്ങനെ പുതിയതായി ഇന്ത്യയുടെ പഴയ ചരിത്രമൊക്കെ മാറ്റി, ഭരണഘടന മാറ്റി, നിയമങ്ങൾ മാറ്റി. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി പോലും കോടിക്കണക്കിന് രൂപ ഇങ്ങനെ റെയ്ഡിൽ പിടിച്ച് വലിയ രീതിയിൽ ജുഡീഷ്യറിയും നിയമവ്യവസ്ഥയും എല്ലാം ഇങ്ങനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വലിയ രീതിയിൽ ആശ്വാസത്തിൻ്റെ വാർത്തകൾ കേരള സംസ്ഥാനത്ത് നിന്നിങ്ങനെ വരുന്നു. അതിൽ രണ്ട് വിഷയങ്ങളാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം, മുംബൈ ഇന്ത്യൻസിൽ പുതിയ താരോദയം കേരളത്തിൻ്റെ വിഘ്നേഷ് പുത്തൂർ ഇങ്ങനെ താരമായി 3 വിക്കറ്റൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ വിഘ്നേഷിൻ്റെ കുടുംബവും വിഘ്നേഷും പറയാണ്, എൻ്റെ ഈ വലിയ വിജയത്തിന് പിന്നിൽ എന്നിലെ ക്രിക്കറ്ററെ ഉണർത്തിയതൊക്കെ ഷെരീഫ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ് എന്നുള്ളതാണ്. ഷെരീഫ് എന്ന് പറയുന്ന ഇന്നൊരു മതപണ്ഡിതനാണ് അദ്ദേഹം. ഇസ്ലാം മത പുരോഹിതനായി അദ്ദേഹം ജോലിയെടുക്കുകയാണ് ഒരു പള്ളിയിൽ. അപ്പോൾ ഷെരീഫ് ഇങ്ങനെ മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം ഇങ്ങനെ നിറയുമ്പോൾ ഒരു വലിയ മതസൗഹാർദ്ദത്തിൻ്റെ കഥ കൂടിയാണ് പുറത്തു വരുന്നത്. ഷെരീഫിനോട് ചോദിക്കുമ്പോൾ ഷെരീഫ് പറയുന്നുണ്ട്, എൻ്റെ കണ്ണനാണവൻ, ഞങ്ങൾ കണ്ണൻ എന്ന് വിളിക്കുന്ന, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് TV കണ്ട, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ക്രിക്കറ്റ് കണ്ട, ഞങ്ങൾ ധോണിയുടെയും സച്ചിൻ്റെയും സേവാഗിൻ്റെയും ഗംഭീറിൻ്റെയൊക്കെ കളി കണ്ടപ്പോൾ ധോണി എൻ്റെ കണ്ണൻ്റെ തോളത്ത് കൈയിട്ട് ഇങ്ങനെ പ്രശംസിക്കുമെന്നൊന്നും ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. കണ്ണൻ്റെ സ്വപ്നമായിരുന്നു അതെല്ലാം എൻ്റെയും എന്ന് ഷെരീഫ് ഇങ്ങനെ പറയുമ്പോൾ വലിയ രീതിയിൽ ഇന്നത്തെ സമൂഹത്തിന് ആശാവഹമായ ഒരു കാര്യം തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഷെരീഫും കണ്ണനും, ഷെരീഫും വിഘ്നേഷ് പുത്തൂറും ഈ കേരളത്തിൽ ഇന്ത്യക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം വളരെ വലുത് തന്നെയാണ്. മറ്റൊരു വാർത്ത എന്താണ്? റംസാൻ്റെ നൊയമ്പ് തുറയുമായി, ഇഫ്താറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ ചിലവിൽ ഒരു വാർത്ത വരികയാണ്. ചിലവ് ഉപ്പുകുളം, അങ്ങനെ ആ ഒരു നാടൻ പ്രദേശത്തിൽ 100 കണക്കിന് ആളുകളെ ഒരുമിച്ച് കൂട്ടി ഒരു വലിയ ഇഫ്താർ നടത്തിയിരിക്കുന്നു ഒരു ക്രൈസ്തവൻ. ജോയി പീഡിയേക്കൽ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനാണ് ഈ നാടിനോട് വിളിച്ചു പറയുന്നത്, മറ്റു സംസ്കാരങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണ്, മറ്റുള്ളവൻ്റെ ആഘോഷങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണ്, മറ്റുള്ളവൻ്റെ സംസ്കാരത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. ഈ നാട് പറയുന്നത് ഇൻക്ലൂസീവിൻ്റെ രാഷ്ട്രീയമാണ്, എല്ലാവരും കൂടി കലരുന്നതിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ ഇന്ത്യയിൽ ജോയി പീഡിയേക്കലും ഒരു വലിയ രീതിയിലുള്ള സന്ദേശം നൽകുന്നു എന്നുള്ളതാണ്. ചെലവിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. 100 കണക്കിന് ആളുകളെ, ഇസ്ലാം മത വിശ്വാസികളെ, നോമ്പെടുത്തവരെ ഒരുമിച്ച് കൂട്ടി തൻ്റെ വീട് മുറ്റത്ത് ഒരു വലിയ ഇഫ്താർ സംഗമം ഈ നാട്ടിലേക്ക് മതസൗഹാർദ്ദത്തിൻ്റെ വാർത്ത വിളിച്ച് പറയുന്ന രീതിയിലാണ്. ഈ സെയിം എന്തുകൊണ്ടാണ് ഈ 2 വാർത്തകൾ വോക്സ് പറയുന്നത് എന്ന് വെച്ചാൽ, ഇന്നിൻ്റെ പകലിൽ മറ്റൊരു വാർത്ത കൂടി വന്നു. ഷിംലയിൽ ഒരു വലിയ വാർത്ത വന്നിരിക്കുന്നു. ഹോളി ആഘോഷിക്കുന്ന, ക്രിസ്മസ് ആഘോഷിക്കുന്ന, ദീപാവലി ആഘോഷിക്കുന്ന ഒരു സ്കൂൾ ഓഫ് ഓക്ലൻഡ്, ഒരു സ്വകാര്യ സ്കൂളാണ്. അവിടെ റംസാൻ്റെ ഈദിൻ്റെ ആഘോഷം മാർച്ച് 28 വെള്ളിയാഴ്ച, റമദാനിലെ അവസാന വെള്ളിയാഴ്ച നടത്താനിരുന്നതാണ്. കുട്ടികൾ ഇസ്ലാം മതവിശ്വാസത്തിൻ്റെതായുള്ള പൈജാമയും കുർത്തയും തൊപ്പിയും എല്ലാം ധരിച്ച് എല്ലാ മതക്കാരുടെ ആഘോഷങ്ങളിലും ആ സ്കൂൾ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഈ ഇസ്ലാം മതത്തിനോട് ചേർന്ന് നിൽക്കുന്ന വസ്ത്രധാരണമെല്ലാം ധരിച്ച് മധുര പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യാനിരുന്നപ്പോൾ VHP വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാക്കി ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ആ സ്കൂളിലെ അധികൃതരെ. ഒരു കാരണവശാലും ഈ നാടിന് ചേരുന്ന രീതിയല്ല അത് എന്ന് പറഞ്ഞ് അവർ പ്രശ്നമുണ്ടാക്കിയപ്പോൾ സ്കൂൾ അധികൃതർ അതിൽ നിന്ന് പിന്മാങ്ങി എന്നുള്ളതാണ്. നോക്കൂ, കേരളത്തിൽ നാം കണ്ടുവന്ന 2 സംസ്കാരം, 2 ഉന്നതമായ ഉദാഹരണങ്ങൾ. കണ്ണൻ്റെ വലിയ വളർച്ചയ്ക്ക് മുമ്പിൽ വിഘ്നേഷ് പുത്തൂർ എന്ന മഹാനായ ക്രിക്കറ്റർ നാളെ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമാകുമ്പോൾ അതിന് പിന്നിൽ ഷെരീഫ് എന്ന് പറയുന്ന മതപണ്ഡിതൻ. ചെലവിൽ തൊടുപുഴയിൽ ഇടുക്കി ജില്ലയിൽ 100 കണക്കിന് ഇസ്ലാം മത വിശ്വാസികളെ തൻ്റെ വീടിൻ്റെ മുറ്റത്ത് പന്തലിട്ട് ഇഫ്താർ വിരുന്നൊരുക്കി ജോയി എന്ന് പറയുന്ന മനുഷ്യ സ്നേഹി. ഷിംലയിൽ ആഘോഷിക്കാൻ കാത്തിരുന്ന കുട്ടികളുടെ മേൽ ആ ചെറുബാല്യ മനസ്സിലേക്ക് വർഗീയതയുടെ വിത്തെറിഞ്ഞ് VHP.